ദേവ്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ആംസ്റ്റർഡാമിലേക്ക് ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. എമിറേറ്റ്സിൻ്റെ A380 ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നത്. A380 ഫ്ലൈറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റുകളിലൊന്നാണ്. അപ്പം നമ്മളങ്ങനെ A380 ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും A380 ഫ്ലൈറ്റ് എന്നെങ്കിലും ട്രാവൽ ചെയ്ത് നോക്കണം. ആംസ്റ്റർഡാമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യാത്ര ആംസ്റ്റർഡാമിലേക്ക് ഇവിടെ ആരംഭിക്കുക. My father told me I was timid child. At school they said I had no style. I was dreaming to be those cool kids, but I can't afford my whole teenage life. Now I've been many places, so delicious. I used to cry over now, but now I'm not gonna fit. It's a story to show you where I go. 8 മണിക്കൂറത്തെ യാത്രയുണ്ട്. 5163 കിലോമീറ്റർ. ആംസ്റ്റർഡാമിലുള്ള ഷിഫോൾ എയർപോർട്ട്. അങ്ങനെ വൈകുന്നേരമായി. ഞാൻ ഭക്ഷണത്തിന് കൊണ്ട് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ കുറച്ച് നേരം ഇരുന്നൊരു മൂവി കണ്ടു, ഡെഡ്പൂൾ 2. ഡെഡ്പൂൾ 1 ഞാൻ കണ്ടിരുന്നതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഡെഡ്പൂൾ 2 എൻ്റെ ഫേവറേറ്റ് ഒരു സോങ് ഉണ്ട്, ബാക്ക്സ്ട്രീറ്റ് ബോയ്സിൻ്റെ. അപ്പോൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാമിലുള്ള ഷിഫോൾ എയർപോർട്ട് ലാൻഡ് ചെയ്യണം. ആംസ്റ്റർഡാം എയർപോർട്ട് എനിക്ക് പകൽ ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, നടന്നില്ല. നമ്മൾ പല ആൾക്കാരും യൂറോപ്പിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പല ആൾക്കാർക്കും യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ഒരു സീരീസിൽ ഞാൻ കൂടുതലും പറയാൻ പോണത്, നമ്മളങ്ങനെ യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നായിരിക്കും ഞാൻ കൂടുതൽ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ മൊത്തം നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട്, അതായത് ആരുടെ ഹെൽപ്പില്ലാണ്ട് യൂറോപ്പിൽ ചെന്ന ശേഷം അല്ലെങ്കിൽ ആംസ്റ്റർഡാമിൽ ചെന്ന ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്ലാൻ പ്രകാരം ഞാൻ പകൽ ട്രാവൽ ചെയ്ത് പകൽ ആംസ്റ്റർഡാം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണമെന്നായിരുന്നു, നടന്നില്ല. ഞാൻ ട്രാവൽ ഏജൻറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ട്രാവൽ ഏജൻറ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റിന് വരെ എനിക്ക് ലണ്ടൻ ഹീത്രൂ എയർപോർട്ട് വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എക്സൈറ്റഡ്, ലണ്ടൻ ഹീത്രൂ എയർപോർട്ടും കൂടി കാണാമെന്ന് വിചാരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലും ട്രാൻസിറ്റ് വിസ ആവശ്യമുണ്ടോന്ന്. അപ്പോൾ ഏജൻറ്റ് പറയാൻ എൻ്റെ ആവശ്യമില്ല, പണ്ട് കുറേ ആൾക്കാർ യാത്ര ചെയ്തിട്ടുള്ളതെന്ന് വിചാരിച്ചു. ഞാൻ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു, അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തില്ല. ഇന്ന് രാവിലെ എയർപോർട്ടിൽ എത്തിയപ്പോൾ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഏജൻസി പറഞ്ഞു എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ ലണ്ടൻ വഴി ടച്ച് ചെയ്ത് പോകാനായിട്ടുള്ള ട്രാൻസിറ്റ് വിസ ഇല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, ലണ്ടൻ വഴി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസിറ്റ് വിസ നിർബന്ധമായിട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര ചെയ്യാൻ പറ്റില്ല, ടിക്കറ്റ് ഫുള്ള് ക്യാൻസൽ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ പൈസ കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും നോൺ റീഫണ്ടബിൾ ടിക്കറ്റ് എടുക്കാനേ പാടില്ല, നിങ്ങൾക്ക് ഒരു പൈസയിലും തിരിച്ച് കിട്ടില്ല. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് റീഫണ്ടബിൾ ആയിട്ടുള്ള ടിക്കറ്റുകൾ എടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഭാഗത്ത് ചെക്ക് ചെയ്ത് ട്രാൻസിറ്റ് വിസ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസയും ലാഭിക്കാം, സമയം ലാഭിക്കാം, ട്രിപ്പ് ഈസി ആയിരിക്കും. ഇത് ഷിഫോൾ എയർപോർട്ടിലുള്ള അറൈവൽ സെക്ഷനാണ്. പല ആൾക്കാരും ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, കാരണം ഞാൻ ആകെ ഒരു ഹാൻഡ് ബാഗുമായിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ എപ്പോഴും മാക്സിമം കുറച്ച് ലഗേജ് ഇട്ട് പോവുക. നമ്മൾ തണുപ്പ് രാജ്യത്തൊക്കെ ആണെങ്കിൽ ജാക്കറ്റ്, തെർമൽ, അങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രം പോവുക. അധികം ലഗേജ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര വളരെ എളുപ്പമായിരിക്കും. ഈ എയർപോർട്ടിൻ്റെ അറൈവൽ സെക്ഷൻ ചേർന്നാണ്, പക്ഷേ ഡിപ്പാർച്ചർ ഭയങ്കര വലുതായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ സീരീസിന് തുടക്കം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു രാജ്യത്തെത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നായിരിക്കും ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നത്. അപ്പം ഞാൻ എയർപോർട്ടിലെത്തിയ ശേഷം ആദ്യം എയർപോർട്ടൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കാം, നമ്മളൊരു പുതിയ രാജ്യത്തെത്തുമ്പോൾ ഓടി അപ്പം തന്നെ ചെന്ന് അവിടെയുള്ള ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിക്കുന്നതിന് പകരം നമ്മൾ ആ സ്ഥലമായിട്ടൊന്ന് പരിചയപ്പെടുക. ഇപ്പോൾ എയർപോർട്ടാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഉടനെ തന്നെ ചാടി പുറത്തിറങ്ങി ടാക്സി പിടിക്കാനോ ഒന്നും പോകാതെ നമ്മൾ ആ എയർപോർട്ടിൽ നിന്ന് കറങ്ങി എയർപോർട്ടിൻ്റെ എവിടെയൊക്കെയാണ് എക്സിറ്റ്, എന്തൊക്കെയാണ് എയർപോർട്ടിലുള്ളതെന്ന് നോക്കണമല്ലായിരിക്കും. അപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം കറൻസി എക്സ്ചേഞ്ച്. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് പരിപാടി, നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ്, ഇപ്പോൾ ഞാൻ ദുബായിൽ നിന്നായിരുന്നു, ദുബായ് എയർപോർട്ടിൽ നിന്ന് ക്യാഷ് ഞാൻ കൺവേർട്ട് ചെയ്തിരുന്നു, യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇതേ റേറ്റിൽ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ കറൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ എയർപോർട്ടിൽ കുറച്ച് അവിടെയൊക്കെ നടന്ന് ഏകദേശം എയർപോർട്ടിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തി. ഇതെന്ന് വെച്ചാൽ
റെയിൽവേ സ്റ്റേഷൻ്റെ അതായത് ഡിസ്പ്ലേ ബോർഡാണ്. ഈ നേരെ എയർപോർട്ടിൻ്റെ താഴത്താണ് എല്ലാ ട്രെയിൻസും, നെതർലാൻഡ്സിൻ്റെ എല്ലാ ഭാഗത്തേക്ക് വന്ന ട്രെയിൻസ് ഉള്ളത്. നമുക്ക് പോകുന്നത് ആംസ്റ്റർഡാം സെൻട്രലിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് സെൻട്രലിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ളതും ട്രെയിനിൻ്റെ ലൊക്കേഷനും ഏത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പല പല പ്ലാറ്റ്ഫോമാണ് താഴത്തേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഏത് സ്ഥലത്തേക്ക് പോകാന്നുള്ളതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ നിങ്ങൾ അന്വേഷിച്ച് പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ ഭാഗത്തേക്കും പോകാൻ പറ്റും. ഞാൻ പതുക്കെ ആംസ്റ്റർഡാം എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി എയർപോർട്ടിൻ്റെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. എയർപോർട്ടിൻ്റെ പുറത്താണ് ബസ് സ്റ്റാൻഡ്. അതുപോലെ ആംസ്റ്റർഡാം സിറ്റി ആദ്യമായിട്ടൊന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിക്കാതെ നമുക്ക് പതുക്കെ ഒന്ന് ആ ഏകദേശം സ്ഥലമൊന്ന് കണ്ടുപിടിച്ച് എയർപോർട്ട് അകത്തൊക്കെ ഒന്ന് ഏകദേശം പരിചയമായി കഴിഞ്ഞ ശേഷം പതുക്കെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. എയർപോർട്ടിൻ്റെ പുറമേ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയത് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ പതുക്കെ നമ്മൾ ആംസ്റ്റർഡാം എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി ആംസ്റ്റർഡാം സിറ്റിയിൽ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോവാണ്. രാത്രി 10 മണിയായി. നല്ല തണുപ്പുണ്ട്. 2 ഡിഗ്രി 3 ഡിഗ്രി ആണെന്ന് തോന്നുന്നു തണുപ്പ്. ഇത് ഇവിടുത്തെ ഷിഫോൾ ബസ് സ്റ്റേഷനാണ്. അപ്പോൾ വന്നിട്ടുള്ള ആൾക്കാർ നേരെ ഇവിടെ വരിക, ബസ് എടുത്തിട്ട് ഓരോരോ സ്ഥലത്തേക്ക് പോവുക. പക്ഷെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രാവൽ ഏജൻറ്റ് വഴി ബുക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ട്രാവൽ ഏജൻറ്റ് ബസ് ഇവിടെ ഒന്ന് കിടപ്പുണ്ടാവും. ഇവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവരവരുടെ ഹോട്ടൽസിൽ കൊണ്ടുപോകും. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു ട്രാവൽ ഏജൻറ്റ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവർക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ ഇവിടെ നിന്ന് ബസ് കിട്ടും, ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ഞാൻ ആദ്യമായിട്ട് വന്നുകൊണ്ടിട്ട് ഞാൻ ബസ് എടുക്കുന്നതിന് പകരം ഞാൻ ട്രെയിനിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ട്രെയിൻ പോകുന്നുള്ളത്, ആംസ്റ്റർഡാം സെൻട്രലിലേക്ക് പോകുന്നുള്ളത് ഒന്ന് പഠിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് എയർപോർട്ടിനകത്തേക്ക് തന്നെ വന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിൻ്റെ സമയമൊക്കെ കാണിക്കുന്ന ഡിസ്പ്ലേ സെക്ഷനാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏത് ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ എന്നത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതിനുശേഷം ആ നേരെ കാണുന്ന ആ ഒരു യെല്ലോ ബോക്സ് അല്ലേ, അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കോയിൻസ് വഴി എടുക്കാം, നിങ്ങളിത് ചേഞ്ചിന് യൂറോസ് ഉണ്ടെങ്കിൽ യൂറോസ് വഴി എടുക്കാം, അതല്ല ഇൻ്റർനാഷണൽ അക്സെപ്റ്റഡ് കാർഡ്സ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടുന്ന് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ മെഷീനകത്ത് നിങ്ങൾക്ക് 1 വേ ആണോ അല്ലെങ്കിൽ റിട്ടേൺ ആണോ എല്ലാം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണിക്കും €5.90 ആണ് ആംസ്റ്റർഡാം സെൻറ്ററിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ കാർഡ് വഴിയിട്ടാണ് ഇപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വന്നു. അപ്പോൾ ഞാൻ 1 വേ പ്രസ് ചെയ്തു, ആംസ്റ്റർഡാം സെൻറ്ററിലേക്കുള്ളത് പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണിച്ചു പേജുകൾ. അപ്പോൾ ഞാൻ ഡെബിറ്റ് കാർഡ് വഴിയാണ് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ ടിക്കറ്റ് പ്രസ് ചെയ്ത ശേഷം പ്രിൻ്റ് റിസിപ്റ്റ് അടിച്ച ശേഷം ടിക്കറ്റ് വന്നു. പക്ഷേ എനിക്ക് മനസ്സിലായില്ല ടിക്കറ്റ് എന്നുള്ളത് ടിക്കറ്റ് ഫോമാറ്റിലൊരു സാധനം വന്നിട്ടുണ്ട്, ആ കിടക്കുന്നുണ്ടല്ലേ, അതാണ് ടിക്കറ്റ്. എനിക്കിത് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഇതാണ് ടിക്കറ്റ് എന്നുള്ളത്. ഇത് ടിക്കറ്റല്ല, റെസിപ്റ്റ് മാത്രമാണ്. അപ്പോൾ ഞാനങ്ങനെ ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തു എന്ന് വിചാരിച്ച് എയർപോർട്ടിൽ കൂടി നമ്മുടെ പ്ലാറ്റ്ഫോം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ചറപറ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എത്തിച്ചേരും. അപ്പോൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോം കറക്റ്റായിട്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അപ്പോൾ ഞാനാദ്യം വിചാരിച്ചു ഇവിടേക്കൊന്ന് നടന്ന് എങ്ങോട്ടൊക്കെ ഏതൊക്കെ പ്ലാറ്റ്ഫോം എന്നുള്ളത് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇംഗ്ലീഷ് പ്രശ്നമില്ല, എല്ലാ ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാം, എല്ലായിടത്തും ഇംഗ്ലീഷ് ബോർഡുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആ പോകുന്ന ആൾക്കാർ താഴത്തേക്ക് പോകുന്നത് അവിടുത്തെ ഓരോ പ്ലാറ്റ്ഫോംസാണ്. അപ്പോൾ ഞാനതുപോലെ തന്നെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി എൻ്റെ പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ മുമ്പിൽ കാണാം ആ താഴത്തേക്കുള്ള അത് ഒരു പ്ലാറ്റ്ഫോമാണ്. അതായിരുന്നു എനിക്ക് പോകേണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇത് പ്ലാറ്റ്ഫോം ഞാൻ പോകേണ്ട ആംസ്റ്റർഡാം സെൻറ്ററിലേക്കുള്ള പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനൊന്ന് റൗണ്ട് അടിച്ച ശേഷം ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടുത്തെ സമയം കളയാണ്ടിരിക്കാനായിട്ട് നേരെ മുമ്പിൽ തന്നെ അവിടുത്തെ സ്റ്റാഫുകളുണ്ട്, കുറേ ആൾക്കാരുണ്ട് അവിടുത്തെ എയർപോർട്ട് സ്റ്റാഫുകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എയർപോർട്ട് സ്റ്റാഫിൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ച ശേഷം എക്സാക്ട്ലി ഏതാണെന്നുള്ളത് ചോദിച്ച് അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ പതുക്കെ ഞാൻ എയർപോർട്ട് സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ എയർപോർട്ട് സ്റ്റാഫിനോട് ചോദിച്ചു. അപ്പോൾ എയർപോർട്ട് സ്റ്റാഫ് അപ്പം തന്നെ വന്ന് എനിക്ക് പറഞ്ഞു തന്നു ഏത് പ്ലാറ്റ്ഫോമാണ്, പ്ലാറ്റ്ഫോം നമ്പറൊക്കെ അവർ നോക്കിയിട്ട് അപ്പം തന്നെ പറഞ്ഞു തന്നു. അങ്ങനെ നേരത്തെ നമ്മൾ കണ്ട സ്ഥലത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നേരെ താഴത്തേക്കുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോം നോക്കി നമ്മൾ നടക്കുവാണ്. അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു നേരെ താഴത്തേക്ക്. അപ്പോൾ നേരെ മുമ്പിൽ കാണുന്ന ഡിപ്പാർച്ചർ. നേരെ എല്ലാ മുമ്പിലും സ്റ്റേഷൻ ടിക്കറ്റ് എടുക്കാനുള്ള ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ എടുക്കുക. മിക്ക ആൾക്കാർക്കും ലോങ് പാസ്സാണ്, ഒരു മൊബൈലോടെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇവിടുത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോവുകയാണ്. നേരെ താഴത്തേക്കാണ്. ഇഷ്ടംമാതിരി ട്രെയിനുകളുണ്ട്. ട്രെയിനൊക്കെ ഞാൻ കാണിച്ചു തരും. ഇവിടുത്തെ ടോപ്പാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അതിപ്പോൾ ട്രെയിൻ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ബോട്ട് ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ടോപ്പ് നോച്ചാണ്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റാണ് ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ പല ആൾക്കാരും പല കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്.
പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ തന്നെ കേട്ടോ, കുറച്ച് വൃത്തിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലാണ്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളം ടോപ്പ് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷനിൽ. കാരണം നമ്മുടെ കേരളത്തിലൊക്കെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ബസ്സുണ്ട്, ഓട്ടോ ഉണ്ട്, യാതൊരു വിധത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ട് വരാറില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിന് നേരെ താഴത്താണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്കിവിടെ വന്ന് നെതർലാൻഡ്സിൻ്റെ എല്ലാ സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ നിന്ന് കിട്ടും. പക്ഷേ ഞാൻ താമസിക്കുന്നത് സെൻട്രൽ സ്റ്റേഷനിലാണ്. അപ്പോൾ നിങ്ങൾ ഹോട്ടൽസ് എടുക്കുമ്പോൾ എപ്പോഴും സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് എടുത്താൽ നിങ്ങൾക്ക് പോകാനും വരാനും ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ സെൻട്രൽ സ്റ്റേഷൻ എന്നുള്ളത് നെതർലാൻഡിലെ ഒരു ഫേമസ് ഏരിയയാണ്, എല്ലായിടത്തേക്കും പോകാനായിട്ടുള്ള. അപ്പോൾ ബെസ്റ്റ് സ്ഥലം സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഹോട്ടൽ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് രാത്രി വന്നിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇവിടെ എല്ലായിടത്തും ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്. നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ ഉള്ളിലെല്ലാം ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്. എവിടെ എത്തേണ്ടത്, എവിടെ ഇറങ്ങേണ്ടത്, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കാം, ഈ ട്രെയിനിൽ എല്ലായിടത്തും വൈഫൈ ഫ്രീ ആണ്. ട്രെയിനായാലും ബസ്സായാലും എല്ലായിടത്തും വൈഫൈ ഫ്രീ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് പൈസ ഒന്നും പേ ചെയ്യേണ്ട, എല്ലായിടത്തും വൈഫൈ ഫ്രീ ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നിന്നും, അപ്പോൾ ഈ ട്രെയിൻ അങ്ങോട്ട് പോകുന്നതാണ്. പക്ഷെ എന്നാലും ഞാനൊന്ന് കുറച്ച് നേരം നിന്ന് എങ്ങോട്ടാണ് സെൻട്രൽ സ്റ്റേഷനിലേക്കുള്ളതെന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് റെയിൽവേ സ്റ്റേഷനിലൊന്ന് കറങ്ങിയടിച്ച് നടന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലി ആൾക്കാർ കേട്ടോ. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ റൂഡ്, അല്ലെങ്കിൽ ഈ ജർമ്മൻസിൻ്റെമാർ ഭയങ്കര റൂഡ്, അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. വളരെ ഫ്രണ്ട്ലി ആൾക്കാരാണ്. കാരണം ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് അഥവാ നമുക്കിങ്ങനെ ഡിസ്പ്ലേ ബോർഡ് വന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ എല്ലായിടത്തും ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. അഥവാ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആൾക്കാരുടെ നിന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞുതരും. അപ്പോൾ ഞാനിതുപോലെ എല്ലാം കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവൻ വന്നിട്ട് എനിക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ ഈ ട്രെയിൻ ഓരോന്നോരോന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ട്രെയിനിൽ നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ സെൻട്രൽ സ്റ്റേഷൻ, അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ഞാനെവിടെ നിൽക്കുന്നുള്ളതൊരു വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പം നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടില്ലോ. ഇതാണ് ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഷൻ്റെ മെയിൻ സെൻട്രൽ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് എല്ലായിടത്തേക്കും യാത്ര ചെയ്യാനുള്ള ട്രെയിൻസും ബസ്സും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച മരത്തിന് ഇതിൻ്റെ തൊട്ടടുത്താണ്, നടക്കുന്ന ദൂരമുള്ളൂ. പക്ഷേ ഞാനിവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്കൊരു ഐഡിയ കിട്ടില്ല ഏത് സ്ഥലത്തേക്കാണ് പോകുന്നുണ്ട്, എവിടെ കൂടെയാണ് എക്സിറ്റ്, എൻട്രൻസ് ഒന്നും മനസ്സിലായില്ല. ഞാൻ ആലോചിച്ചു നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള മാതിരി തന്നെ ഒരു 5-10 മിനിറ്റ് ഇവിടേക്കൊന്ന് നോക്കി എങ്ങനെയാണ് സ്ഥലം എന്നുള്ളതെന്ന് പഠിച്ച ശേഷം മാത്രം പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ നേരെ മുമ്പോട്ട് നടന്നു. ആൾക്കാരൊക്കെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ ലിഫ്റ്റ് വഴി താഴത്തേക്കായിരിക്കും പോകാനുള്ളത്. നേരെ ലിഫ്റ്റ് ഇറങ്ങാം. നാളെ എന്തായാലും പകൽ സമയത്ത് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാം. പക്ഷെ അപ്പോൾ ഞാനിങ്ങനെ ലിഫ്റ്റ് വഴി താഴത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ലിഫ്റ്റ് കാത്തുനിന്നും അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇവിടെ ടൂറിസ്റ്റുകളായിട്ടുള്ള ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. അപ്പോൾ ടൂറിസ്റ്റുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ് ലിഫ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ലിഫ്റ്റ് എത്തി നമ്മൾ പതുക്കെ ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ സെൻട്രൽ സ്റ്റേഷനിൽ എക്സിറ്റ് ചെയ്യാനായിട്ടുള്ളത്, അതായത് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനായിട്ടുള്ള, ഹോട്ടൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഏത് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ തൽക്കാലം ഇവിടെ വന്നു അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറുവാണ്. ലിഫ്റ്റിൽ കയറി താഴത്തേക്ക് പോയി അപ്പോൾ നമ്മുടെ പാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് എക്സിറ്റ് ചെയ്തു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് സെൻട്രൽ സ്റ്റേഷൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇവിടെ നിന്നാണ് പുറത്തേക്ക് നമുക്ക് എക്സിറ്റും അതുപോലെ തന്നെ അകത്തേക്ക് വരാനുള്ള എൻട്രൻസ് എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്കൊരു ഐഡിയ ഇല്ല ഇതെങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആ നേരെ മുന്നിൽ കാണുന്ന സ്ഥലമില്ലേ, അതുവഴിയാണ് എക്സിറ്റ് ചെയ്യാനുള്ളത്. അവിടെ കാണുന്നുണ്ട് ടാപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് പറ്റിയ ആ ഒരു മണ്ടത്തരം മനസ്സിലായത്. നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വിചാരം ആ റെസിപ്റ്റ് മാത്രം മതി. അങ്ങനെയല്ല, നിങ്ങൾ ആ ടിക്കറ്റ് നിങ്ങൾ കൈവശം എപ്പോഴും വെക്കണം. കാര്യം ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ എൻട്രി ചെയ്താൽ ആ ടിക്കറ്റ് വഴി മാത്രമേ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അവിടെ പതുക്കെ വന്നു, എക്സിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ എക്സിറ്റ് ബോർഡ് കണ്ടു, അങ്ങനെ നേരെ വന്നു. ഇതാണ് ആ ടിക്കറ്റ് നമ്മൾ കയ്യിൽ വെക്കേണ്ടിരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് റെസിപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ റെസിപ്റ്റ് വെച്ച് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല, ആ കാർഡ് വേണം. അപ്പോൾ എനിക്ക് പെട്ടു എന്ന് മനസ്സിലായി. ഞാനിവിടെ കോൾ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോൺ വഴി കോൾ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞില്ല ആ ടിക്കറ്റ് വഴി മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്ഥിരം മലയാളി ബുദ്ധി ഉണ്ടല്ലോ, കുറച്ച് നേരം കറങ്ങി നിന്നും ഏകദേശം ഐഡിയ കിട്ടി. അങ്ങനെ ഒരാളുടെ ഹെൽപ്പ് വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ആംസ്റ്റർഡാം സിറ്റി.
പക്ഷേ ഇത് സെൻട്രൽ സ്റ്റേഷൻ്റെ പുറകുവശം കേട്ടോ. എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല. ഇത് പുറകുവശത്തൂടെ ഞാൻ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് നേരെ മുമ്പിൽ കാണുന്നതാണ് ഫേമസ് ദ റിവർ ഐജ്. ഞാനത് ഡേ ടൈമിൽ പകൽ സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്, ഞാനിവിടെ നിൽക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അവിടെയാണ് ഇപ്പം ഞാൻ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതുപോലെ ഈ നേരെ മുമ്പിൽ കാണുന്നതാണ് ദ റിവർ ഐജ്. അതുപോലെ ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. അത് ഈ സെൻട്രൽ സ്റ്റേഷൻ്റെ മുൻവശമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവരും കാണാൻ ആഗ്രഹമുള്ള റെഡ് ലൈറ്റ് സ്ട്രീറ്റ് തൊട്ടടുത്ത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഡേ ടൈം വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് റിവർ ഐജ്. റിവർ ഐജ് ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷനും എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത് വലിയൊരു ഫേമസ് റിവറാണ്. അപ്പോൾ പതുക്കെ നമ്മൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ സ്റ്റേഷൻ്റെ പുറകുവശമാണ്. ഇതിൻ്റെ മുകളിലാണ് ബസ് സ്റ്റേഷനുണ്ട്. പിന്നെ ഇതിപ്പോൾ കാണുന്നത് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ ഈ വാട്ടറിൻ്റെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് സെൻട്രൽ സ്റ്റേഷൻ്റെ പുറകുവശമാണ്. അപ്പോൾ ഞാനങ്ങനെ ഈ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ്റെ ഒന്ന് കറങ്ങി സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇവിടെ നിൽക്കണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ട് വശം ഏതാണ്, ഇതിൻ്റെ പുറകുവശം ഏതാണ്, ഇത് എങ്ങനെ പോകണം എന്നുള്ളത്. വളരെ സിമ്പിളാണ്. ഈ സ്റ്റേഷൻ നിങ്ങൾക്ക് ഒന്ന് ചുറ്റി കറങ്ങിയാവുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നടന്ന് മുൻവശത്തേക്ക് പോകാമെന്നുള്ളൂ. അപ്പോൾ ഞാനൊന്ന് പതുക്കെ രാത്രി സ്റ്റേഷനൊന്ന് നടന്ന് പേടിക്കാനൊന്നുമില്ല കേട്ടോ. വളരെ സേഫ് സ്ഥലമാണ്. കാരണം ആദ്യം വന്നിറങ്ങുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് തോന്നും. പക്ഷേ ഒരു പേടിയും വേണ്ട. വളരെ സേഫ് സ്ഥലമാണ്. നമ്മൾ അനാവശ്യമായിട്ട് പരിചയമില്ലാത്ത ആൾക്കാരത്ത് കയറി മിണ്ടുന്നതിന് പകരം നമ്മളൊന്ന് നടന്ന് സ്ഥലം ഒന്ന് പരിചയപ്പെടാം. സ്ഥലം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോകേണ്ടത് എങ്ങോട്ടാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, നടക്കുന്ന സമയത്ത് സൈക്കിൾ നോക്കുക. കാരണം ഇവിടെ അറിയാലോ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സൈക്കിളാണ്. അപ്പോൾ സൈക്കിൾ മുട്ടി താഴത്ത് വീഴാണ്ടിരിക്കാൻ നോക്കുക. തലങ്ങും വിലങ്ങും സൈക്കിളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി. നല്ല തണുപ്പായി കൊണ്ടിട്ട് സംസാരിക്കാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നു. 3 ഡിഗ്രി എങ്ങോട്ടായിരുന്നു തണുപ്പ്. ഞാൻ ഓൾറെഡി തെർമലൊക്കെ എടുത്തുകൊണ്ടിട്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മുടെ കൈയും എല്ലാം ഫ്രീസായി പോകും. നല്ല തണുപ്പാണ്. അപ്പോൾ പതുക്കെ നമ്മൾ നടന്ന് സെൻട്രൽ സ്റ്റേഷൻ്റെ പുറകുവശത്ത് ഇനി പതുക്കെ നടന്ന് നമ്മൾ സെൻട്രൽ സ്റ്റേഷൻ്റെ മുൻവശത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടോ, ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സ്മെല്ല് കിട്ടും. ആ സ്മെല്ല് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അറിയാമെന്ന് പറയാൻ ഇവിടെ താഴത്ത് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ സെൻട്രൽ സ്റ്റേഷൻ ഒന്ന് ചുറ്റി നമ്മൾ നേരെ മുന്നിലെത്തി. ഇതേ ആ കാണുന്നതാണ് സെൻട്രൽ സ്റ്റേഷൻ. ഇത് ആംസ്റ്റർഡാമിലെ മെയിൻ ഒരു സ്ട്രീറ്റിലേക്കുള്ള വഴിയാണ്. ഇത് ഏത് സമയത്ത് വന്നാലും തിരക്കായിരിക്കും കേട്ടോ. ഏത് രാത്രി വന്നിട്ടുണ്ടെങ്കിലും. ആ നേരെ മുന്നിൽ കാണുന്നതാണ് ഡംറാക്ക് സ്ട്രീറ്റ്. അവിടെ നേരെ അങ്ങോട്ടാണ് ഡാം സ്ക്വയറിലേക്ക് പോകാനുള്ളത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രീറ്റിൻ്റെ എവിടെയെങ്കിലും നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഏത് സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് രാത്രി വേണമെങ്കിലും സെൻട്രൽ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ ശേഷം നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ എല്ലാ സ്ഥലത്തേക്ക് പോകാനുള്ള ആക്സസ് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്കൊരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്, ഫുൾ എൻജോയ്മെൻ്റ് ആട്ടോ, അടിച്ചു പൊളി. ആ ഒരു ഫീൽ ആട്ടോ, വൈബാണ് ഇവിടെ ഈ ഏരിയയിൽ മൊത്തം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഹോട്ടൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പല ടൈപ്പുകളുണ്ട്. നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടൽ വേണോ, ബഡ്ജറ്റ് റേറ്റഡ് ഹോട്ടൽ വേണോ, എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ടലും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ സ്ട്രീറ്റിൽ മക്ഡൊണാൾഡ്സ് ഉണ്ട്, KFC ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗാന്ധിനൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എല്ലാ വിധത്തിലുള്ള ഫുഡും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നേരെ മുന്നിൽ കാണുന്നതാണ് സെൻട്രൽ സ്റ്റേഷൻ. അതുപോലെ തന്നെ തൊട്ട് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് റെഡ് ലൈറ്റ് സ്ട്രീറ്റ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത് തന്നെ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ട്രിപ്പൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. നാളെ എന്തായാലും നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വിൻ മിൽസൊക്കെ ഉള്ള ജാൻസ് എന്നുള്ള വായിൽ കൊള്ളുന്നുള്ള പേര്. എന്നാലും ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.